അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. പരമകാരുണികനും കരുണാമയനുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം. അവൻ സർവ്വലോക പരിപാലകൻ, കരുണാമയൻ, പരമകാരുണികൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നടത്തണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക്, നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ. അൽഹംദുലില്ലാഹ്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. ഈന്തമരങ്ങൾ ഇടതങ്ങിയ ശീതള ശാദ്വരങ്ങളിൽ സൂയിക്കുന്നല്ലയോ മക്കാദേശമേ, നിനക്കായിക്കൊണ്ട് പരമകാരുണികനായിട്ടുള്ള അള്ളാഹു ഉയർത്തിക്കാണിച്ച് വീരപുരുഷനാണ് ഉമർ ബിൻ അൽ ഖത്താബ്. ആസിം ബിൻ അമ്രും സംഘവും കരയോടടുത്തു. അതിസാഹസികമായിട്ടുള്ള നദി മുറിച്ചു കടക്കൽ കഴിഞ്ഞ് കരയോടടുത്തപ്പോൾ അവിടെ നിന്നിരുന്ന പാർസികൾ, ശത്രുക്കൾ, അവരിവരെ തടയാൻ അവർക്ക് കഴിയുന്ന ശക്തി ഉപയോഗിച്ചിട്ട് ഇവരെ തടയാൻ ശ്രമിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും അത് വലിയൊരു പ്രതിരോധം ആയി മാറിയില്ല. ഒട്ടുമൊട്ടും പ്രയാസപ്പെടാതെ തന്നെ പേർഷ്യക്കാരെ പിന്തിരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു, മുസ്ലിങ്ങൾക്ക് സാധിച്ചു. അവിടെ ഒരൊറ്റ മുസ്ലിമിന് പോലും പോറലേറ്റില്ല. എതിരാളികൾ പലരും ഇവരുടെ ഘടകത്തിനിരയായി പലരും അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ അവരെല്ലാവരും ഏറ്റവും വലിയ കടമ്പിയായിരിക്കുന്ന ടൈഗ്രീസിനെ മുറിച്ച് കടന്ന് മറുകരയിലെത്തി. അവിടെ എതിരാളികളെ ഒന്നും കണ്ടില്ല, ഒരൊറ്റ പാഴ്സി കുഞ്ഞിനെയും അവിടെ കണ്ടില്ല. എല്ലാവരും എവിടേക്കോ ഓടി അകന്നു കഴിഞ്ഞിരുന്നു. ഖർസാദിൻ്റെ നേതൃത്വത്തിൽ കുറേ അസ്ത്രവിദ്യക്കാരവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇവരെ കണ്ടതോടു കൂടിയിട്ട് അപ്രത്യക്ഷരായി മാറി. ആയതുകൊണ്ട് തന്നെ അവിടെ അവശേഷിക്കുന്ന ആയിരക്കണക്കിന് മുസ്ലിം ഭടന്മാർ തങ്ങളുടെ കുതിരകളെയും കൊണ്ട് ടൈഗ്രീസിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. ആ യാത്ര അത്യന്തം സാഹസികമാണ്. അതുപോലെ തന്നെ അതീവ സുന്ദരതരവുമായിരുന്നു. അണിയൊപ്പിച്ച് അന്യോന്യം കുശലങ്ങൾ പറഞ്ഞ് സന്തോഷചിത്തരായിട്ട് ടൈഗ്രീസിൻ്റെ അലമാലകളെ തഴുകി അതിൻ്റെ ബലത്തെ അവഗണിച്ച് അവരൊന്നിച്ച് അടിവെച്ച് മുന്നോട്ട് നീങ്ങി. അവർ മറുകരയിലെത്തി. പക്ഷേ അവിടെ അവരുടെ വാഗ്ദത്ത ഭൂമിയെ ഉണ്ടായിരുന്നുള്ളൂ, അവരാഗ്രഹിച്ച ഭൂമിയെ ഉണ്ടായിരുന്നുള്ളൂ, ശത്രുക്കളുണ്ടായിരുന്നില്ല. ഇവരവിടെ എത്തുമ്പോഴേക്കും യസ്തഗിർദും സംഘവും അവിടെയുള്ള സകലമാന പേരും അവിടെ വിട്ടുകഴിഞ്ഞിരുന്നു. യസ്തഗിർദിൻ്റെ കൊട്ടാരം കാവൽക്കാർ ചിലർ മാത്രമാണ് അവിടെ അവശേഷിച്ചിരുന്നത്. അവരാകട്ടെ മുസ്ലിങ്ങളെ സന്തോഷത്തോടുകൂടി, നിറഞ്ഞ ഹൃദയത്തോടുകൂടി, നിറഞ്ഞ മനസ്സോടു കൂടിയിട്ട് ഹാർദമായിട്ട് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. കൊട്ടാര കവാടങ്ങളുടെ താക്കോൽ കൂട്ടം മുസ്ലിങ്ങളെ ഏൽപ്പിച്ചു. അവരത് തുറന്നു. അതിനകത്ത് കടന്ന സമയത്ത് സയ്യിദ് ബിൻ അബി വഖാസിൻ്റെ അധരങ്ങൾ ഒരു വചനം മന്ത്രിച്ചു, വിശുദ്ധ ഖുർആൻ്റെ വചനം. എത്രയെത്ര ഉദ്യാനങ്ങളും അരുവികളുമാണ് അവർ ഉപേക്ഷിച്ചു പോയത്. രമ്യഹർമ്മ്യങ്ങൾ, കൃഷിയിടങ്ങൾ,
അതെല്ലാം ആസ്വദിച്ചു കൊണ്ടിരുന്ന അനുഗ്രഹങ്ങളും അവർ ഉപേക്ഷിച്ചു പോയി. എല്ലാം മറ്റൊരു ജനതയ്ക്ക് നാം അനന്തരമായിട്ട് നൽകി. എന്നിട്ട് ആകാശവും ഭൂമിയും ഒന്നും അവരെ ഓർത്ത് കരഞ്ഞില്ല, അവർക്ക് സമയം അനുവദിച്ചു കൊടുത്തതുമില്ല. ഈ സംഭവം വിവരിക്കാൻ അമാനുഷികത എന്നല്ലാതെ വേറെ ഏതെങ്കിലും പദം അനുയോജ്യമായിട്ടുണ്ടാകുമോ? ആസ്വിമിൻ്റെ നേതൃത്വത്തിലൊരു സംഘം സൈനികർ നദി മുറിച്ചു കടക്കുന്നു. കഖായിൻ്റെ നേതൃത്വത്തിൽ രണ്ടാമത്തെ വിഭാഗം പുഴയിലിറങ്ങുന്നു. അലമാലകൾ തങ്ങളെ വിഴുങ്ങി ടൈഗ്രീസിൽ തന്നെ ഒടുക്കുമോ തങ്ങളുടെ ജീവിതം? പാർസികൾ രഹസ്യമായിട്ട് വന്ന് മറുകരയിൽ നിന്ന് അസ്ത്രം അയക്കുമോ? ആർക്കും ഒരങ്കലാപ്പുമില്ല. അതൊരു പ്രത്യേകതരം മാനസികാവസ്ഥയാണ്. പതറാത്ത അചഞ്ചലമായിട്ടുള്ള വിശ്വാസത്തിലൂടെ മാത്രം ലഭിക്കുന്ന, അതിലൂടെ മാത്രം ഔന്നത്യത്തെ പ്രാപിക്കുന്ന ഒരുതരം മാനസികാവസ്ഥ. അതിലൂടെ പ്രാപിക്കാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൻ്റെ മുൻപിൽ മരണവും ജീവിതവും, മരണമാകട്ടെ ജീവിതമാകട്ടെ, രണ്ടും സമമാണ്. ഇതേക്കുറിച്ച് ഇബ്നു കഥീർ ഇങ്ങനെ എഴുതി: ഇതൊരു അമാനുഷികതയാണ്. അതുപോലുള്ള ഒന്നിന് ആ നാട് ഇതുവരെയും സാക്ഷ്യം വഹിച്ചിട്ടില്ല. ആ നാട് എന്ന് മാത്രമല്ല, ഒരു നാടും ഇതുവരെയും സാക്ഷ്യം വഹിച്ചിട്ടില്ല. ഏതായാലും ഈ ഒരു വിജയം മുസ്ലിങ്ങളായിട്ടുള്ള മുജാഹിദുകളെ അവരെ മതോന്മത്തരാക്കി മാറ്റിയിട്ടില്ല. കാരണം വിജയം അവരുടേതല്ല, വിജയം അവൻ്റേതാണ്, പരമകാരുണികൻ്റേതാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും മതോന്മത്തരാകാൻ പാടില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അവർ കൂടുതൽ വിനയാന്വിതരായി മാറുകയാണ് ചെയ്തത്. എല്ലാം കനിഞ്ഞ് നൽകിയ, അനുഗ്രഹിച്ച് നൽകിയ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തി. അതിനു വേണ്ടിയിട്ട് അവർ 8 റക്അത്ത് നമസ്കരിച്ചു. സ്രഷ്ടാവിൻ്റെ മഹത്വത്തെ അവർ കീർത്തിച്ചു. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് സുഖലോലുപതയുടെ സ്വാദ് അറിഞ്ഞിട്ടില്ലാത്ത നഗ്നപാതരായിട്ട് മാത്രം സഞ്ചരിച്ചിരുന്ന അറേബ്യൻ ഉപദ്വീപിലെ ആ വിപ്ലവകാരികൾ കോസ്റോസിൻ്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. ചേതോഹരങ്ങളായിട്ടുള്ള ഉദ്യാനങ്ങൾ, കണ്ണും കരളും കവരുന്ന സുന്ദര സുവനങ്ങൾ, വിശാലങ്ങളായിട്ടുള്ള ഇരിപ്പിടങ്ങൾക്ക് വേണ്ടിയിട്ട് തണൽ വിരിച്ച വലിയ വടവൃക്ഷങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇനങ്ങളിലുള്ള പഴങ്ങൾ തൂങ്ങി നിറഞ്ഞു കിടക്കുന്ന ആ അത്ഭുത പ്രപഞ്ചത്തിലേക്ക് അവർ കൗതുകത്തോടു കൂടിയിട്ടാണ് കടന്നു ചെന്നത്. ടൈഗ്രീസിൻ്റെ തീരത്തെ മനോഹരമായിട്ടുള്ള ആ ഉദ്യാനത്തിലൂടെ ആ സമയത്ത് ഒഴുകി വന്ന മന്ദമാരുതൻ അവരെല്ലാം തലോടി ക്ഷീണമകറ്റി. അവരുടെ കണ്ണുകൾ ആ രാജമണ്ഡപങ്ങളിലെ അപൂർവങ്ങളായിട്ടുള്ള വസ്തുക്കളിൽ പതിഞ്ഞു. എന്തെല്ലാം ആണ് അവിടെയുള്ളത്! കിയാനി രാജസ്വരൂപത്തിൻ്റെ തുടക്കം മുതൽ സാസാൻ സാമ്രാജ്യത്തിലെ നൗഷേർവാൻ്റെ കാലം വരെയുള്ള കൗതുക വസ്തുക്കൾ എല്ലാം അവിടെയുണ്ട്. പൂർണ്ണകായ പ്രതിമകൾ അവിടെയുണ്ട്, സ്മാരക ശിലകൾ അവിടെയുണ്ട്, ചീന രാജാക്കന്മാരുടെയും ദഹർ ചക്രവർത്തിമാരുടെയും കോൺസ്റ്റന്റൈൻ ഭരണാധികാരികളുടെയും ബഹ്റാം ചൗബിൻ്റെയും പടയങ്കികൾ അവിടെയുണ്ട്, വാളുകൾ അവിടെയുണ്ട്, കിസ്ര ഹുർമുസിൻ്റെയും
ഖബ്ബാദിൻ്റെയും കഠാരികൾ കാണാം. നൗഷർവാൻ്റെ സ്വർണ്ണ കിരീടവും അവിടെ കണ്ടു. രാജകീയമായിട്ടുള്ള വസ്ത്രങ്ങൾ ഏറെയേറെ, വെള്ളി കൊണ്ടുള്ള ജീനിയിട്ടതും മാറിൽ ഗോമേതകങ്ങൾ പതിച്ചതുമായിട്ടുള്ള കനകം കൊണ്ടുള്ള കുതിര, സ്വർണ്ണത്തകിട് പതിച്ച മഞ്ചം, അതിൻ്റെ മുകളിൽ രത്നങ്ങൾ ധരിച്ച യാത്രക്കാർ, വിശ്വപ്രസിദ്ധമായിട്ടുള്ള പാർസി ബഹാർ പരവതാനി, കേട്ടിട്ടേയുള്ളൂ ഇതെല്ലാം. അതിൽ മരതക രത്നങ്ങളാൽ കൈവേല ചെയ്ത സസ്യോദ്യാനങ്ങൾ, രത്നഭൂമി, ഗോമേതകത്താലുള്ള ചെടികൾ, സ്വർണ്ണനിർമ്മിതമായിട്ടുള്ള മരങ്ങൾ, 30 ലക്ഷം കോടി ദീനാർ, മുത്തുകളും രത്നങ്ങളും പതിച്ച കിരീടങ്ങൾ വേറെ, സ്വർണ്ണ നൂലുകൊണ്ട് നെയ്തെടുത്ത വസ്ത്രങ്ങൾ, വിവിധ തരം വില പിടിച്ച് ഇതുവരെ കാണാത്ത രീതിയിലുള്ള പാത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ, അതെല്ലാം പടയാളികൾ ശേഖരിച്ചു. വിലമതിക്കാൻ കഴിയാത്ത അനർഘമായിട്ടുള്ള ഈ സമ്പത്ത് മുസ്ലിങ്ങളെ അത്യധികം ആശ്ചര്യഭരിതരാക്കി. പക്ഷെ അത് അവരുടെ മനസ്സിനെ വഞ്ചിച്ചില്ല. ഒരു സാധാരണ സൈനികൻ പോലും അവയിൽ ഒന്നുപോലും സ്വന്തമാക്കിയെടുത്തില്ല. സത്യവിശ്വാസത്തിൻ്റെ നിർമ്മലമായിട്ടുള്ള നീരുറവയിൽ ശുദ്ധി ചെയ്തെടുത്ത ആ മനസ്സുകളെ വഴിതെറ്റിക്കാൻ ഇതിനെല്ലാം ലോകത്തിന് ഒന്നിനു പോലും സാധിക്കില്ല. അതവർ തെളിയിച്ചു. സയ്യിദ് ഒരു സംഘം സൈനികരെ ഹുൽവാനിലേക്ക് അയച്ചു. യസ്തഗർദിനെയും കൂട്ടാളികളെയും അവിടെ നിന്ന് പിടികൂടി കൊണ്ടുവരിക, അതായിരുന്നു ലക്ഷ്യം. അവരുടെ പക്കൽ കൊട്ടാരത്തിൽ എത്രയെത്ര സമ്പത്തുണ്ടോ അത്ര തന്നെ സമ്പത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇത്രയേറെ ആഡംബരത്തിൽ അമർന്നുപോയിട്ടുള്ളൊരു ജനത ആപത്തിൽ ആണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് അസ്വാഭാവികത? സയ്യിദ് ബിൻ അബി വഖാസ് ആളുകളെ അയച്ചിട്ട് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ മദായിനിലേക്ക് വരുത്തി. സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് ശേഖരിച്ച് അതീവ വിശ്വസ്തയോടെ ഏൽപ്പിക്കുന്നതിൽ സൈനികർ കാണിച്ച് അസാധാരണമായിട്ടുള്ള സത്യസന്ധത സയ്യിദിനെ പോലും വിസ്മയഭരിതനാക്കി മാറ്റി. തങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കൂടി കഴിയാത്തത്ര സ്വർണ്ണക്കട്ടികൾ, രത്നക്കല്ലുകൾ, മുത്തുമണികൾ, അങ്ങനെ വളരെയധികം വിലപിടിച്ച പലതും അവിടെ കുന്നുകൂടി കിടക്കുകയാണ്. അത് കണ്ടിട്ട് പോലും ആരുടെയും കണ്ണ് മഞ്ഞളിച്ചില്ല. അരുതാത്തതാരും ആലോചിക്കുക പോലും ചെയ്തില്ല. ഖഖാബിൻ അമ്ര കിസ്രായുടെയും അതുപോലെ മറ്റ് രാജാക്കന്മാരുടെയും വാളുകൾ കൊണ്ടുവന്ന് സയ്യിദിൻ്റെ മുമ്പിൽ വെച്ചു. അപ്പോൾ അതിൽ നിന്ന് വേണ്ടതെല്ലാം എടുക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഹിറാക്ലിയസിൻ്റെ വാൾ മാത്രമേ കഖ എടുത്തുള്ളൂ. ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ആരും തന്നെ ധനമോഹികളായിരുന്നില്ല. അവരുടെ അനുപമമായിട്ടുള്ള വിജയ രഹസ്യവും വാസ്തവത്തിൽ അത് തന്നെയായിരുന്നു. സയ്യിദ് സമരത്തിൽ നിന്ന് ലഭിച്ച എല്ലാ സമ്പത്തുകളും കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും നിയമപ്രകാരമായിട്ടും ഓഹരി വെച്ചു കൊടുത്തു. 5-1 ബഷീർ ഇബ്നുൽ ഖസ്വാസിയ വശം മദീനയിലേക്ക് കൊടുത്തയച്ചു. പാർസി സാമ്രാജ്യത്തിൻ്റെ പ്രതാപം പറഞ്ഞറിയിക്കുന്ന പുരാതനമായിട്ടുള്ള വസ്തുക്കൾ, വിശിഷ്ട പദാർത്ഥങ്ങൾ, പരവതാനികൾ, അതൊക്കെ ഉണ്ടായിരുന്നു മദീനയിലേക്ക് കൊടുത്തയച്ച വസ്തുക്കളിൽ. എല്ലാം കൺകുളിർക്കെ കണ്ടുകൊണ്ട് നിന്ന ഹദ്രത്ത് ഉമറിൻ്റെ മനസ്സ്
നന്ദി സൂചകമായിട്ട് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ കുനിഞ്ഞു. പ്രജകളുടെ സത്യസന്ധതയിൽ അദ്ദേഹം തികച്ചും സംതൃപ്തനായിരുന്നു. ഉമർ കോസ്റോസിൻ്റെ വസ്ത്രങ്ങളും വാളും അങ്കിയും ഒരു മരത്തടിയിൽ അണിയിച്ച് ജനങ്ങൾക്കായിട്ട് കാഴ്ചവെച്ചു. പിന്നീട് സുറാഖത്ത് ബിൻ മാലിക്കിനെ വിളിച്ചു വരുത്തി. കിസ്റായിയുടെ കുപ്പായവും തലപ്പാവും വാളും അങ്കിയും തൊപ്പിയും കിരീടവും കാലുറകളും കൈവളകളും അദ്ദേഹത്തെ അണിയിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു മുന്നോട്ടും പിന്നോട്ടും തിരിയാൻ. അതെല്ലാവർക്കും ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹദ്രത്ത് ഉമർ ബിൻ ഖത്താബ് പ്രൗഢിയുടെ പ്രതീകമായിരുന്ന പേർഷ്യൻ സാമ്രാജ്യം പാവങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളാൽ നിലപൊത്തിയതിൻ്റെ ആന്തരിക ചൈതന്യം പ്രതീകാത്മകമായിട്ട് അവിടെ പ്രകാശിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇതെല്ലാം അവിടെ കൂടിയിരുന്നവരെ ഗതകാല സ്മരണകളിലേക്ക് നയിച്ചു. ഇസ്ലാമിൻ്റെ വരവിന് മുൻപ് തങ്ങളുടെ അവസ്ഥ, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിൻ്റെ ജനനവും വളർച്ചയും, അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വ നിയോഗം, സർവശക്തിയും ഉപയോഗിച്ച് അതിനെ എതിർത്തത്, നബി തിരുമേനിയെ കൊല്ലാൻ ശ്രമിച്ചത്, നാട് വിട്ടത്, ഹിജറയിലായിരിക്കുന്ന സമയത്ത് പലായനത്തിനിടയിൽ അദ്ദേഹത്തെയും അബൂബക്കറിനെയും പിടികൂടാൻ വേണ്ടിയിട്ട് സുറാഖ പിന്തുടർന്നത്, അയാളുടെ കുതിര മുന്നോട്ട് പോകാൻ കഴിയാതെ മുട്ടുകുത്തി വീണത് പലപ്പോഴായിട്ട്, അന്ന് തിരുമേനി കിസ്റായുടെ സ്വർണ്ണവളകൾ സുറാഖയ്ക്ക് വാഗ്ദാനം ചെയ്തത്, അത് കേട്ട സുറാഖ ചിരിച്ചത്, ഇന്ന് അതേ സുറാഖയ്ക്ക് കോസ്റോസിൻ്റെ വളകളും വസ്ത്രങ്ങളും അണിയിക്കപ്പെട്ടത്. എല്ലാം തന്നെ അവിടെ കൂടിയവരുടെ സ്മൃതിപഥത്തിൽ തെളിഞ്ഞു വന്നു, ഒരു ചലിക്കുന്ന ചിത്രം പോലെ. അൽഹംദുലില്ലാഹ്.